നമ്മൾ കഴിഞ്ഞ ദിവസം എവിടെ വരെ എടുത്ത് നിർത്തി? എല്ലാം തീർന്നില്ല, ഇനി പ്രോജക്റ്റ് അല്ലേ? ഇനി പ്രൊജക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ബേസിക്സ് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ. എങ്കിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പൈ ടെസ്റ്റ് ആണ്. അതായത് നിങ്ങൾ ഇതുവരെ പഠിച്ച സെലീനിയത്തിന്റെ എല്ലാ ബേസിക്സും കിട്ടി അല്ലെ? ഈ ബേസിക്സിനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നിങ്ങൾക്ക് ഇനി ഒരു പ്രൊജക്ട് ചെയ്യണം അല്ലെ? അപ്പൊ ഇതുവരെ നിങ്ങളൊരു ടെസ്റ്റ് കേസ് എഴുതിയിട്ടുണ്ടോ? ടെസ്റ്റ് കേസ് ആയിട്ട് നിങ്ങൾ എഴുതിയില്ല, നിങ്ങളുടെ അടുത്ത് പകരം ഞാൻ പറയുന്ന സ്റ്റെപ്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തു അല്ലെ? ഇനി ഒരു സിനാരിയോ ടെസ്റ്റ് കേസ് ആവണമെങ്കിൽ അതിനൊരു ടെസ്റ്റിംഗ് ഫ്രെയിംവർക്കിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് എഴുതണം. ഓക്കെ. സെലീനിയം എന്ന് പറഞ്ഞ ലാംഗ്വേജിന് ബൈ ഇറ്റ്സെൽഫ് ഒരു ഇന്റഗ്രേറ്റഡ് ടെസ്റ്റിംഗ് ഫ്രെയിംവർക്ക് ഇല്ല. ടെസ്റ്റിംഗ് ഫ്രെയിംവർക്ക് എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ലാംഗ്വേജിനനുസരിച്ചിട്ട് ഇപ്പൊ ജാവയാണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് എൻ ജി അല്ലെങ്കിൽ ജെ യൂണിറ്റ് എൻ യൂണിറ്റ് എന്നൊക്കെ പറയുന്ന ടെസ്റ്റിംഗ് ഫ്രെയിംവർക്സിനെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും. അതുപോലെ ഇതേപോലെ തന്നെ പൈത്തണിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ടൂളാണ്, ഒരു എന്താ പറയാ, ടെസ്റ്റിംഗ് ഫ്രെയിംവർക്ക് ആണ് പൈടെസ്റ്റ്. PYTEST. മാം എനിക്ക് മനസ്സിലായി, പക്ഷെ ഈ ടെസ്റ്റിംഗ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് എന്തുവാ? അത് ആക്ച്വലി എനിക്ക് അറിയാം ഈ ടെസ്റ്റിംഗ് ഫ്രെയിംവർക്ക്. അതായത് ഇപ്പൊ നിങ്ങളോട് ഇപ്പൊ ഞാന് ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാൻ, നമ്മൾ അലേർട്ടിന്റെ പ്രോഗ്രാം എടുക്കാം. അലേർട്ടിന്റെ പ്രോഗ്രാമിൽ എന്ത് സിമ്പിൾ അലേർട്ട്, കൺഫേം അലേർട്ട്, അതുപോലെ പ്രോംപ്റ്റ് അലേർട്ട്, 3 ഇതുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഒരെണ്ണം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞ് അടുത്ത എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്യുന്നത്? പോയി മറ്റേതിനെ കമന്റ് ചെയ്തിടുക ചെയ്യുന്നത് അല്ലെ? ഇൻവൊക്കേഷനെ കമന്റ് ചെയ്തിട്ടു. ഈ പ്രോസസ് എത്രത്തോളം നമുക്ക് പോസിബിൾ ആ? അതായത് നമ്മളിപ്പോ ഇതിപ്പോ 3 ഉള്ളൂ. ഇതേപോലെ നിങ്ങൾക്കൊരു എന്താ പറയാ 10ഓ 15ഓ പ്രോഗ്രാംസ് ഒരുമിച്ച്, ഫങ്ഷൻസ് ഒരുമിച്ച് വന്നാൽ നിങ്ങൾക്ക് ഓരോ തവണയും പോയി ഡിസേബിൾ ചെയ്യുക, ഇനേബിൾ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അല്ലെ? അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണം. അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് ഇല്ലേ? ആസ് ടെസ്റ്റേഴ്സ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാള്, അതാണ് ഈ ടെസ്റ്റിംഗ് ഫ്രെയിംവർക്ക്. മനസ്സിലായോ? അതായത് നിങ്ങൾ ഇതുവരെ പഠിച്ച സെലീനിയത്തിന്റെ ബേസിക്സിനെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് പൈടെസ്റ്റ് എന്ന് പറഞ്ഞ ഫ്രെയിംവർക്ക്. അതായത് ഒരു ഇത് ഡെഫിനിഷൻ പോലെ പറയുവാണെങ്കിൽ എന്താ മാം പറയാ? പൈടെസ്റ്റിനാണോടാ? PyTest is the testing framework used to write simple and efficient automated test cases. It helps to perform same test case with multiple data, report generation, etc. ഓക്കെ, ക്ലിയർ ആണോ? പൈടെസ്റ്റ് എന്താണ് എന്ന് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. ഇനി പൈടെസ്റ്റില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നെയിമിംഗ് കൺവെൻഷൻ. ഓക്കെ, നെയിമിംഗ് കൺവെൻഷൻ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ് പൈത്തൺ സെലീനിയത്തിൽ പൈടെസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. അതായത് നിങ്ങൾ കൊടുക്കുന്ന ഈ നെയിമിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ നിങ്ങളുടെ
നിങ്ങൾക്ക് ഈ കൊടുക്കുന്ന നെയിമിനനുസരിച്ചാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, നിങ്ങളുടെ എന്തായാലും പറയാൻ പറ്റുക, ഔട്ട്പുട്ട് ആണോ? ഔട്ട്പുട്ട് അല്ല, അതായത് നിങ്ങളുടെ നിങ്ങളുടെ ടെസ്റ്റ് കേസിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് പോയിട്ട് വെറുതെ പോയി എക്സിക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു എക്സിക്യൂട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വർക്ക് ആവത്തില്ല, നിങ്ങൾ ഇതുവരെ ചെയ്തതുപോലെ. പകരം ഞാൻ ഇനി പറയാൻ പോകുന്ന നെയിമിംഗ് കൺവെൻഷൻ ഫോളോ ചെയ്താൽ മാത്രമേ അതിനെ ഒരു പൈടെസ്റ്റിലെ ടെസ്റ്റ് കേസ് ആയിട്ട് കണക്ക് കൂട്ടത്തുള്ളൂ. ഓക്കെ, ആ നെയിമിംഗ് കൺവെൻഷൻസ് ഞാൻ എന്താ ചാറ്റിൽ ഇട്ട് തരുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ, ഒന്ന് വായിച്ചു നോക്കിക്കത്. ഫസ്റ്റത്തെ പോയിന്റ് എന്താ, the name of the file should start with test underscore. നിങ്ങൾ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടെസ്റ്റ് അണ്ടർസ്കോർ login.py, ടെസ്റ്റ് അണ്ടർസ്കോർ signup.py അങ്ങനെ വേണം കൊടുക്കാനായിട്ട്. ക്ലിയർ ആണോടാ? ഓക്കെ, അതായത് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലേ? ഒരു ഫയൽ എപ്പോ ക്രിയേറ്റ് ചെയ്താലും ടെസ്റ്റ് അണ്ടർസ്കോർ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാവൂ. സെക്കൻഡ് തിങ്, ടെസ്റ്റ് ഫംഗ്ഷൻ എഴുതുമ്പോഴും അവിടെയും ടെസ്റ്റ് അണ്ടർസ്കോർ മാൻഡേറ്ററി ആണ്. അപ്പൊ ടെസ്റ്റ് അണ്ടർസ്കോർ രണ്ട് സ്ഥലത്ത് മാൻഡേറ്ററി ആണ്. ഫസ്റ്റ് വൺ ഫയൽ ക്രിയേഷന്റെ സമയത്ത്, സെക്കൻഡ് വൺ ടെസ്റ്റ് ഫംഗ്ഷൻ എഴുതാനായിട്ട്. അതുപോലെ അഡീഷണലി നിങ്ങളിപ്പോ ഒരു ടെസ്റ്റ് കേസ് ഒരു ക്ലാസ് നിങ്ങൾ യൂസ് ചെയ്യാന്ന് വിചാരിക്കുക, ഒരു ക്ലാസ് എഴുതാന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ക്ലാസിന്റെ പേരും ടെസ്റ്റ് അണ്ടർസ്കോർ എന്ന് വേണം തുടങ്ങാൻ. ക്ലിയർ ആണോടാ? ടെസ്റ്റ് അണ്ടർസ്കോർ കൺസോൾട്ടേറ്റ് ചെയ്ത് പറയാം. ടെസ്റ്റ് അണ്ടർസ്കോർ എന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് ഫയൽ നെയിം, പിന്നെ ഫംഗ്ഷൻ നെയിം, പിന്നെ ക്ലാസ് നെയിം. പിന്നെ ക്ലാസ് നെയിം, ഫയൽ നെയിമും ക്ലാസ് നെയിമും. യെസ്, അതെ, ഫയൽ നെയിമും ക്ലാസ് നെയിമും അതുപോലെ തന്നെ ഫംഗ്ഷൻ നെയിമും. അതായത് നമ്മളിപ്പോ നോർമലി ഇപ്പൊ ഹാൻഡിൽ ഡ്രോപ്പ് ഡൗൺ എന്നുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത് ഉള്ളിലൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ, അതേപോലെ നിങ്ങൾ പൈടെസ്റ്റിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ബിഗിനിങ്ങും ടെസ്റ്റ് അണ്ടർസ്കോർ എന്ന് തന്നെ വേണം. അതിന്റെ ക്ലാസിനും ടെസ്റ്റ് അണ്ടർസ്കോർ വേണം. അതെ, അതിന്റെ ഫംഗ്ഷനും ടെസ്റ്റ് അണ്ടർസ്കോർ whatever that name is. അതെ. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പൈത്തൺ മൊഡ്യൂൾസ് ഉണ്ട്. അതായത് പൈത്തണിൽ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കീവേഡ്സ് ഉണ്ട്. ആ കീവേഡ്സ് ടെസ്റ്റ് അണ്ടർസ്കോർ എന്നിട്ട് യൂസ് ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ നോർമലി യൂസ് ചെയ്യത്തില്ല, സ്റ്റിൽ ഒരു നെയിമിംഗ് കൺവെൻഷൻ പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണത്. അതായത് നമ്മളിപ്പോ ടൈം ഡോട്ട് സ്ലീപ്പ് ചെയ്യുമ്പോൾ ടൈം എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നില്ലേ, നമ്മളിപ്പോ നമ്മുടെ കോഡിൽ പലപ്പോഴും ടൈം ഡോട്ട് സ്ലീപ്പ് എന്നിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ ടൈം എന്ന് പറയുന്നൊരു മൊഡ്യൂളാണ്. അപ്പോ നമ്മൾ എങ്ങനെ കൊടുക്കരുത്, ഒരിക്കലും ടെസ്റ്റ് അണ്ടർസ്കോർ ടൈം എന്നൊരിക്കലും കൊടുക്കരുത്. അപ്പം ഈ മൊഡ്യൂൾ ആണെന്ന് എങ്ങനെ അറിയും? നമ്മൾ ഇമ്പോർട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ലേടാ, അതെല്ലാം മൊഡ്യൂൾസ് ആണ്. അപ്പൊ അവിടെ ഒന്നും നമ്മള് ടെസ്റ്റ് ഡോട്ട് എന്ന് പറഞ്ഞ സാധനം കൊടുക്കാൻ പാടില്ല. അതിനൊന്നും നമ്മൾ ടെസ്റ്റ് അണ്ടർസ്കോർ എന്നുകൊണ്ട് കൊടുക്കരുത്. അതായത് ടൈം ഡോട്ട് സ്ലീപ്പ് തന്നെ കൊടുക്കുക അല്ലേ? ടൈം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ വൺസ് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരിക്കലും ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുക്കരുത്. മനസ്സിലായോ? മാം ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുക്കാണ്ട് നമുക്ക് എങ്ങനെയാ പേജിലോട്ട് വേറെ മെത്തേഡ് ഉണ്ട്. വെയിറ്റ്സ് എന്നിട്ടൊരു മെത്തേഡ് ഉണ്ട്. വെയിറ്റ്സ് എന്നൊരു ഫംഗ്ഷൻ ചെയ്യാനുണ്ട് നമുക്ക് അതിന്. അതാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോ
ഓക്കെ, ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞ നെയിമിംഗ് കൺവെൻഷൻ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഡയാന, സുബിറ്റി, ക്ലിയർ? നെക്സ്റ്റ് ഞാൻ പറഞ്ഞു നെയിമിംഗ് കൺവെൻഷൻസിൽ പറഞ്ഞ വേറൊരു കാര്യമാണ് മൊഡ്യൂൾസുമായിട്ടുള്ള കോൺഫ്ലിക്ട്സ് ഒഴിവാക്കണം എന്നുള്ളൊരു കാര്യം. ഈ പറഞ്ഞ 2 കാര്യങ്ങളിൽ ഡൗട്ട് ഇല്ലല്ലോ? ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തേ. സ്ക്രീൻ ഷെയർ ചെയ്തോണ്ട് ഒരാള്. ഓക്കെ, പൈച്ചാം എടുത്തോളൂ കേട്ടോ. നമ്മുടെ ഫയൽ നോക്കിയില്ലല്ലോ, എക്സൽ ഫയൽ റീഡ് നോക്കിയിട്ടില്ലല്ലോ? എന്തോ മാം കേട്ടില്ല. എക്സൽ ഫയൽ റീഡ് നോക്കിയിട്ടില്ലല്ലോ? അയ്യോ, എന്റേത് അത് നോക്കിയിട്ടില്ല. എന്റേതിനകത്ത് ഒരു എറർ ഉണ്ടായിരുന്നു മാം. എന്തായിരുന്നു? ഓർമ്മയില്ല മാം പറഞ്ഞ, എനിക്ക് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലോഡ് വർക്ക് ബുക്ക് ഓപ്പൺ പൈ എക്സലിന്റെ അല്ലേ? അതന്നെ, ഇതാണ് നമ്മൾ ചെയ്തിരുന്നോന്ന്. എനിക്കൊന്ന് ബാക്കിയുള്ളവർക്ക് കിട്ടിയെന്ന് തോന്നി, എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, നിന്റെ എറർ എനിക്കൊന്ന് അയച്ചേ. അയച്ചു തന്നായിരുന്നു മാമിന്. എനിക്ക് എറർ വേണോ? എറർ. ഓക്കെ, ചാറ്റല്ലേ, അതൊന്ന് കോപ്പി എടുത്തേ. അതല്ലല്ലോ, ഇതല്ലല്ലോ. എന്തുവായിരുന്നു മാം അതിന്റെ പേര്? ഫയൽ ഓപ്പറേഷൻസ്. ഓക്കെ, യൂസേഴ്സ് മാറ്റിയിട്ട് അവിടെ ഞാനിപ്പോ ഇതന്ന് പ്ലേസ് ചെയ്യും. നമ്മുടെ ഇത് മാറ്റണമായിരുന്നു. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്തേ. കിട്ടി. നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ? എക്സൽ റീഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. എക്സൽ റീഡ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ക്ലിയറാ. ഡൗട്ട് ഇന്ന് ചോദിച്ച ഡൗട്ട് ഉണ്ട്, അന്ന് ഡൗട്ട് ഇല്ലായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. ഒരു വട്ടം കൂടെ നമുക്ക് ചെയ്യാം. അപ്പോ നമ്മള് പ്രൊജക്ടിന്റെ പെർസ്പെക്റ്റീവില് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് എക്സൽ ഫയൽ റീഡ് എന്ന് പറയുന്ന ടോപ്പിക്. യെസ്, കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളൊരു ക്ലയന്റിന്റെ എന്തെന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ആസ് ടെസ്റ്റേഴ്സ് നിങ്ങളുടെ കയ്യില് ഞാൻ എൻ്റെ അപ്ലിക്കേഷന്റെ കുറച്ച് വാലിഡ് ആയിട്ടുള്ള ഡാറ്റ തരാണ്, സെക്യൂർഡ് ആയിട്ടുള്ള ഡാറ്റ. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അതിനെ നേരെ നിങ്ങളുടെ ടെസ്റ്റ് കേസിൽ കൊണ്ടുവന്ന് ഡയറക്റ്റ്ലി ഡബിൾ കോട്ട്സിൽ അങ്ങ് പാസ് ചെയ്യാണ്. ഞാൻ നിങ്ങൾക്ക് വന്നിട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് ആണെന്ന് വിചാരിക്കുക. മാം, ടെസ്റ്റ് ഡാറ്റയുടെ കാര്യമാണോ പറയണേ? ടെസ്റ്റ് ഡാറ്റയുടെ കാര്യമാണ്. അതെ, അതായത് ഞാനിപ്പോ പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്നതില് ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, ഓക്കെ, ലോഗിൻ ക്രെഡൻഷ്യൽസ് നിങ്ങൾക്ക് ഞാൻ പാസ് ചെയ്തു. ആസ് ഓട്ടോമേഷൻ ടെസ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ ഡയറക്റ്റ്ലി അതിനെ ഡബിൾ കോട്ട്സിലിട്ടും കൊടുക്കുകയാണ്. അതായത് നിങ്ങളോട് ഞാൻ ഓട്ടോമേറ്റ് ചെയ്യാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പം അറിയാവുന്ന വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓക്കെ, URL-നെ ആക്സസ് ചെയ്യുന്നു, ലോഗിൻ പേജിൽ ലാൻഡ് ചെയ്യുന്നു, പിന്നെ അവിടെ വന്നിട്ട് ഫസ്റ്റ് ഏതിലേക്ക് പോകുന്നു? യൂസർ നെയിം ഫീൽഡിലേക്ക് പോകുന്നു, ലൊക്കേറ്റ് ചെയ്യുന്നു, ഡോട്ട് സെൻഡ് കീസ് ഓഫ് എന്ന് പറഞ്ഞാൽ ഡബിൾ കോട്ട്സിൽ നിങ്ങൾ വാല്യൂ പാസ് ചെയ്യുന്നു അല്ലേ? പക്ഷെ ആസ് എ ക്ലയന്റ് ഞാനിത് കാണുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എൻ്റെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണത് അല്ലേ?
എന്റെ സേഫ് ആൻഡ് സെക്യൂർഡ് ആയി വെക്കേണ്ട ഡാറ്റയാണ് നിങ്ങൾ പബ്ലിക് ആയിട്ട് പാസ് ചെയ്യുന്നത്. അതെനിക്ക് ആക്സെപ്റ്റബിൾ ആയിരിക്കുമോ? അല്ല. ക്ലയന്റ് കാണണ്ട. എങ്ങനെ എങ്ങനെ എന്താണ് പറഞ്ഞ കേട്ടില്ല. എന്താണ് ചെയ്യുക? ക്ലയന്റിനെ കാണിക്കുന്നില്ല. ക്ലയന്റിലെ കാണുള്ളൂ കോഡ്. അല്ല, കാണിക്കത്തില്ലല്ലോ. നമ്മള് ലാസ്റ്റിലല്ലേ, നമ്മൾ ആദ്യമൊക്കെ നമ്മൾ തന്നെ ആയിരിക്കുമല്ലോ ചെയ്യുന്നേ. അവസാനം കൊണ്ട് കാണിച്ചാലും ക്ലയന്റ് പറയില്ല ഇത് ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് ചുമ്മാതെ പറഞ്ഞ മനസ്സിലായി. അപ്പൊ കിട്ടത്തില്ലല്ലോ. അപ്പൊ അല്ല, അങ്ങനെയാകുമ്പോ ഇരട്ടിപ്പണിയാണ് നമുക്ക്. വേറെ പ്രശ്നമൊന്നുമില്ല. അത്രയും ദിവസം പണിയെടുത്ത് അത് കഴിഞ്ഞ് അവിടെ എത്തുമ്പോ ഇത് പറ്റൂല എന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ മൊത്തം കൂടെ റിവേർട്ട് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പൊ എന്തായി? ഏതാണ്ട് എന്താ പറയാ, വൈകുന്നേരം വരെ വെള്ളം കോരിട്ട് കോട്ടടച്ച അവസ്ഥയല്ലേ? അപ്പൊ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡാറ്റ ഡ്രിവൺ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. ഇതാണ് DDD. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡാറ്റയെ നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സേവ് ചെയ്ത് വെക്കുകയാണ്. ഒരു എക്സൽ ഫയലായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെച്ച ശേഷം എക്സൽ ഫയലിൽ നിന്ന് ആവശ്യമുള്ളപ്പോൾ മാത്രം ഈ ഡാറ്റയെ റിട്രീവ് ചെയ്യുന്നു. മനസ്സിലായോ? നിങ്ങൾക്ക് ആവശ്യമുള്ള ഡാറ്റയെ നിങ്ങൾ അക്കോർഡിംഗ് ടു യുവർ നീഡ് എന്താ പറയുക റിട്രീവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡാറ്റ ഡ്രിവൺ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഈ ഡാറ്റ ഡ്രിവൺ ഫ്രെയിംവർക്കിനാണ് നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഇനി നെക്സ്റ്റ് അപ്പൊ മാം ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മാം? ഇപ്പം ഇത് എന്റെ സ്ക്രീൻ കാണുന്നല്ലോ അല്ലേ? അപ്പം ഇതിനകത്ത് മാം അന്ന് തന്ന എക്സൽ ഷീറ്റ് ആണ് ഉള്ളത്. അതിനകത്ത് കുറച്ച് ഡേറ്റാസ് ഉണ്ട്. അപ്പോ അതിപ്പം നമ്മള് ഹാൻഡിൽ ചെയ്തേക്കുന്ന സെക്യൂർഡ് വേയിലാണല്ലോ, റൈറ്റ്? അതിനകത്തെ ഡേറ്റാസ് ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് പാസിംഗ് ഹിയർ നമ്മൾ അവിടുന്ന് ആക്സസ് ചെയ്യുന്നു. ഇതിനെയാണ് പറയുന്നത് DDD എന്ന്. ഇതിനാണ് നമ്മൾ DDD എന്ന് പറയുന്നത്. ഷോർട്ട് ഫോം ആണ് DDD എന്നുള്ളത്. ഡാറ്റ ഡ്രിവൺ ഫ്രെയിംവർക്ക് എന്ന് പറയും. അപ്പോ നമ്മൾക്ക് ഇനിയിപ്പോ എന്ത് ചെയ്യണം? നമ്മുടെ ഫ്രെയിംവർക്ക്, ഈ ഒരു പൈറ്റസ്റ്റ് എന്ന ഫ്രെയിംവർക്കിന് ഇതിൽ ഇൻജെക്ട് ചെയ്യണം. ഓക്കെ, ഇൻജെക്ട് ചെയ്യാനായിട്ട് ഒരു കാര്യം, പുതിയൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തേ. ഇതിൽ ചെയ്യണ്ട, കാരണം ഇത് നിങ്ങളുടെ ലൈവ് പ്രൊജക്റ്റ് ആണ്. അത് വേറൊരെണ്ണത്തിൽ ചെയ്യാം നമുക്ക്. പുതിയ പോയിട്ട് ബേസിക്സിൽ വേണ്ട, അത് ബേസിക്സ് വിട്ടേക്ക്. പുതിയ പ്രൊജക്റ്റ് ആയിട്ടേ ക്രിയേറ്റ് ചെയ്യാം. ഫയൽ ന്യൂ എന്ന് പറഞ്ഞിട്ട് പുതിയ പ്രൊജക്റ്റ് ആയിട്ടേ ക്രിയേറ്റ് ചെയ്തോ. ഫയല് പോയിക്കേ. ഫയൽ എവിടെയാ? മുകളിലേക്ക് പോയിക്കേ. ന്യൂ പ്രൊജക്ട്. എനിക്ക് ഫയൽ വന്നില്ലല്ലോ. മുകളില് നോക്കിക്കേ. ഇല്ല മാം, എനിക്ക് അങ്ങനെ സംഗതി ഇല്ല. ഷെയർ ചെയ്യേ. ഒരു മിനിറ്റ്. ഫയൽ എഡിറ്റ് വ്യൂ. ഫയൽ ഓപ്ഷൻ ഏറ്റവും മുകളിലില്ലേ പൈച്ചാമില്? ഫയല് ന്യൂ പ്രൊജക്ട് അല്ലേ? അല്ല മാം? അതേടാ, ഫയൽ ന്യൂ പ്രൊജക്ട്. ഈ ലൊക്കേഷനിൽ പൈത്തൺ പ്രൊജക്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തോ. ഇത് മാറ്റണം. പൈത്തൺ പ്രൊജക്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തോ. പൈത്തൺ ലൈവ് പ്രൊജക്ട് എന്നോ എന്തെങ്കിലും പേര് കൊടുത്തോ. ക്രിയേറ്റ് ചെയ്യാം അല്ലേ?
മാം അപ്പൊ എനിക്കൊരു ന്യൂ ക്വസ്റ്റ്യൻ വിൻഡോ വന്നു. ചോദിച്ചോ. ഓപ്പൺ ന്യൂ വിൻഡോ ആണോ? ന്യൂ വിൻഡോ. യെസ്. അപ്പൊ ഇത് നമ്മള് ക്ലോസ് ചെയ്ത് കളയോ? ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്തോ, അവിടെ വെച്ചാലും പ്രശ്നമൊന്നുമില്ല. മാം ഇതേ നമ്മളിപ്പം പുതിയ പ്രോജക്റ്റിന് വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ വേറെ വേറെ എന്താ മാം ഇതിനകത്ത് തന്നെ അത് ചെയ്യണ്ടെന്ന് പറയാൻ കാരണം? കാരണം വേറൊന്നുമല്ല, ബേസിക് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇത് കഴിഞ്ഞ് ഡെമോ തരുന്നതാണെങ്കിലും ശരി, ഇത് കഴിഞ്ഞ് പ്രസന്റ് ചെയ്യുകയാണെങ്കിലും ശരി, നിങ്ങൾ ഇതുവരെ പഠിച്ച ബേസിക്സും അതുപോലെ പ്രൊജക്റ്റും കൂടെ ഒരുമിച്ച് കാണിച്ചു കൊടുക്കാൻ പാടില്ല. നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റ് മാത്രമേ നിങ്ങൾ ഷോക്കേസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മള് നമ്മളുടേതായ രീതി ചെയ്യുകയാണെങ്കിൽ പോലും ഒരു പുതിയ പ്രോജക്റ്റ് വേറെ ഒന്നിൽ എടുക്കുന്നതാണ്. അതെ, അതാവുമ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ പ്രസന്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മുഴുവൻ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഇരട്ടി പണിയല്ലേ. എന്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ്. ഇനി ടെർമിനൽ എടുത്തോളൂ. ടെർമിനൽ അവിടെ ടൈപ്പ് ചെയ്യാം കേട്ടോ. പിപ്പ് ഇൻസ്റ്റാൾ സെലീനിയം. ഇത് കാണാമല്ലോ അല്ലേ? ഞാന് കാണാം. ഇപ്പൊ കാണാം, സ്ക്രീൻ കാണാം. എന്താ മാം ഇൻസ്റ്റാൾ സ്പേസ് സെലീനിയം. ക്യാപ്സ് ആണോ? അങ്ങനെയൊന്നുമില്ല. ഉണ്ട്, ക്യാപ്സ് ഉണ്ട്. SELENIUM എല്ലാം സ്മോള്. എല്ലാം ക്യാപിറ്റൽ, സോറി എല്ലാം സ്മോള്, സോറി. അയ്യോ, നിന്റെ കേസിൽ സോറി ഷിഖന്റെ കേസിൽ പിപ്പ് 3 ഇൻസ്റ്റാൾ. മാക് അല്ല, മാക്കിന് പിപ്പ് 3 പ്രോജക്റ്റ് തുടങ്ങുമ്പോ എപ്പോഴും ഇങ്ങനെ വേണം ചെയ്യാൻ? യെസ് വേണം, കാരണം ഇതിൽ സെലീനിയം ഒന്നും ഉണ്ടായിരിക്കത്തില്ല. അപ്പൊ ആദ്യം അത് ഇൻസ്റ്റാൾ ചെയ്യണം. അല്ലല്ല, നമ്മളൊരു കമ്പനിയിൽ ചെന്നിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിലോ? അവിടെ നമ്മൾ ഇതേ പ്രോസസ്സ് ചെയ്യേണ്ടി വരും. പിപ്പ് ഇൻസ്റ്റാൾ സെലീനിയം കൊടുത്തു. പിപ്പ് ഇൻസ്റ്റാൾ സെലീനിയം കൊടുക്കണം, കാരണം നമ്മുടെ ഫ്രെയിംവർക്ക് ഇവിടെ ഇംപ്ലിമെന്റഡ് ആയിരിക്കില്ല. എല്ലാവർക്കും ഇമ്പോർട്ട് ആയോടാ? ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇമ്പോർട്ട് ആവട്ടെ. അടുത്ത സ്റ്റെപ്പ് എല്ലാവരും എത്തിയാ പറയാ കേട്ടോ. എത്തി. ഓക്കെ, ഡയാന എത്തിയോടാ? ഇനി നെക്സ്റ്റ് പിപ്പ് ഇൻസ്റ്റാൾ. പിപ്പ് അല്ല, ഷിഖന്റെ കേസിൽ പിപ്പ് 3 ഇൻസ്റ്റാൾ. ഞങ്ങള് പിപ്പ് ഇൻസ്റ്റാൾ. ബാക്കിയുള്ളവർ പിപ്പ് ഇൻസ്റ്റാൾ. PyTest. എൻ്റർ ചെയ്യാനല്ലോ അല്ലേ? ആദ്യം പിപ്പ് ഇൻസ്റ്റാൾ സെലീനിയം, പിന്നെ പിപ്പ് ഇൻസ്റ്റാൾ PyTest. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും മതി. ഇനി നമുക്ക് പൈത്തണിൽ ഇത് ചെയ്യുമ്പോൾ, പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സ്ട്രക്ചർ നമ്മൾക്കില്ല ആക്ച്വലി. ഓക്കെ, എവിടെ നമ്മുടെ ഈ പ്രൊജക്റ്റിൽ എവിടെ ടെസ്റ്റ് അണ്ടർസ്കോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയൽ ഉണ്ടെങ്കിലും ആര് ആക്സെപ്റ്റ് ചെയ്തോളും? ഇന്റർപ്രറ്റർ ആക്സെപ്റ്റ് ചെയ്തോളും, PyTest ആക്സെപ്റ്റ് ചെയ്തോളും. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആയി പ്രസന്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് തന്നെ എന്ത് ചെയ്യാം? ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അതാകുമ്പോൾ ഒരു പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു നീറ്റ്നെസ് ഉണ്ടായിരിക്കും. കുറച്ചും കൂടെ ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു നമ്മുടെ പ്രൊജക്റ്റിനെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഫോൾഡർ എന്ന് പറയുന്നത് യൂട്ടിലിറ്റീസ്. ഓക്കെ, ഇവിടെ അങ്ങ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. യെസ്, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഫോൾഡർ അല്ല, സോറി, ഡയറക്റ്റ് പാക്കേജ് ക്രിയേറ്റ് ചെയ്തോ. യൂട്ടിലിറ്റീസ്. ഞാൻ പറയുന്ന പാക്കേജസ് മാത്രം ക്രിയേറ്റ് ചെയ്തിടുക കേട്ടോ. അപ്പൊ ഇനി നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് പേജസ്. യൂട്ടിലിറ്റീസ് ക്രിയേറ്റ് ചെയ്തോ.
അടുത്ത യൂട്ടിലിറ്റി അടുത്ത പാക്കേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത് പേജസ്. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ പാക്കേജ്, പേജസ്. അടുത്തത് ടെസ്റ്റ്, ടെസ്റ്റ്. ഓക്കെ, മതി. പിന്നെ ഒരെണ്ണം കൂടെ, കോൺസ്റ്റന്റ്. എന്നമ്മന്റെ പേര് കോൺസ്റ്റന്റ്. മാം, ഈ നമ്മളൊരു പാക്കേജ് ഉണ്ടാക്കുമ്പോഴേ ഏതൊക്കെ പാക്കേജ് ഉണ്ടാക്കിയാലും അതിന്റെ അടിയിൽ ഒരു init.py ഫയൽ വരും. അത് എന്തായാലും ഡിസ്പ്ലേ ആവുന്നതാണ്. അതെന്തിനാ മാം? init.py എന്ന് പറഞ്ഞ ഫയൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ അകത്തുള്ള ഫയൽസിനെ നമുക്ക് വേറൊരു സ്ഥലത്ത് വന്ന് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പാക്കേജിൽ അങ്ങനെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളിപ്പോ init.py ജസ്റ്റ് _ init മാറ്റി നിങ്ങൾ ഫയൽ നെയിം മാറ്റിയാൽ ഈ പാക്കേജ് അങ്ങനെ തന്നെ ഒരു ഡയറക്ടറി ആയിട്ട് മാറും. ഇല്ലെങ്കിൽ നമുക്കത് വേണ്ടാത്തടത്തോളം സമയം നമുക്കത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാമല്ലോ അല്ലേ? അതെ. Okay, just 1 second, okay? ഓക്കെ, ഇനി നമ്മളുടെ ഈ ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് conf_test_py എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ. ഓക്കെ, പേര് ഞാൻ ഒന്നുകൂടെ തരാം. ഈ പേരിൽ ഒരു മാറ്റവും വരാൻ പാടില്ല. ഇത് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണം. conf_test.py ചാറ്റിലുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യണോ? പാക്കേജ് അല്ല, ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ അകത്ത് conf_test.py എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ടെസ്റ്റ് എന്ന് പറഞ്ഞ പാക്കേജിന്റെ അകത്ത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇത് ശിഖ, നീ വേണേ മറ്റേത് ക്ലോസ് ചെയ്തോ. അയ്യോ, ഇത് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല മാം. എന്തെങ്കിലും ഒന്ന് എടുക്കണമെങ്കിലേ ഇതിനകത്ത് എനിക്ക് നോക്കണം. ഈ കുട്ടി ജന്മണ്ടേയിലുള്ള സിസ്റ്റത്തിന്റെ ഒരു സാധനം ക്ലോസ് ചെയ്യൂലല്ലോ. നീ ചെയ്യുവാക്കി. ആ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഇങ്ങനെ നിക്കണെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഞാനും അതെ, ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് എങ്ങനെ എത്ര സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് പിടിക്കും. ഒന്ന് ക്ലോസ് ചെയ്തിട്ട് പിന്നെ പിറ്റേ ദിവസം വന്ന് ഓപ്പൺ ചെയ്യുമ്പോ എന്താ ഇത്, എവിടെ തുടങ്ങി എവിടെ അവസാനിച്ച് ഒരു പിടിയില്ല. conf_test_py അല്ലേ? conf_test_py ഞാൻ കൊടുത്ത പോലെ തന്നെ കൊടുക്കണം, എല്ലാം സ്മോൾ ആക്കി കൊടുക്കണം. conf_test.py. ഇവിടെ നമ്മള് മറ്റേ ടെസ്റ്റ് അണ്ടർസ്കോർ ഒന്നും ഇല്ലല്ലോ അല്ലേ? ടെസ്റ്റ് അണ്ടർസ്കോർ ഒന്നുമില്ല, ജസ്റ്റ് conf_test.py അത്ര മാത്രം. കൊടുത്തല്ലോ. ഓക്കെ, ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാനായിട്ടൊരു ഫിക്സ്ചർ തരാം.
ഫിക്സ്ചർ ഇനി നമ്മൾക്ക് ഈ ഒരു നമ്മളുടെ എൻറ്റയർ പൈ ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഫിക്സ്ചേഴ്സ്. ഫിക്സ്ചേഴ്സ് FIHTURES ഫിക്സ്ചേഴ്സ്. ഇത് പൈത്തണിൽ പൈ ടെസ്റ്റിൽ മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെയിൻലി യൂസ് ചെയ്യുന്നതാണ് ഫിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അതായത് ഫിക്സ്ചേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമ്മൾ എഴുതി വെക്കുകയാണ് നമ്മളുടെ പ്രൊജക്റ്റിൽ എന്തൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, ഞാൻ പ്രീ ഡിഫൈൻഡ് ആയിട്ട് എന്തൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് എഴുതി വെക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫിക്സ്ചേഴ്സ്. അതായത് എനിക്ക് ഏറ്റവും ബേസിക് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മളുടെ ബേസ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതാണല്ലോ നമ്മൾ പിന്നെയും റീയൂസ് ചെയ്യുന്നത്. അതെ, ഇവിടെ അതേ കൺസെപ്റ്റ് തന്നെ. നമ്മൾ അവിടെ എന്താ ചെയ്തത്, എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞ് വിളിക്കുക ചെയ്തത് അല്ലേ. ഇവിടെ നമുക്ക് അങ്ങനെ ഇൻഹെറിറ്റൻസിന്റെ കൺസെപ്റ്റ് വരില്ല. പകരം നമ്മൾ ഇവിടെ എന്താ ഇംപ്ലിമെന്റ് ചെയ്യുന്നേ, കോൺഫ്ടെസ്റ്റ് PY. കോൺഫ്ടെസ്റ്റ് PYന്റെ അകത്തുള്ള ഫിക്സ്ചേഴ്സിനെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പറഞ്ഞോ മാം, ആ ഫിക്സ്ചേഴ്സിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാമോ? ഞാൻ തന്ന കോഡ് തന്നെ FIHTURE. മാം അപ്പൊ കോഡ് തന്നായിരുന്നോ? @pytest.fixture സ്ഥലം കണ്ടില്ലേ? എന്നിട്ട് അത് നമ്മള് കോൺഫ്ടെസ്റ്റ് PYയിൽ പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്തേ ഫിക്സ്ചേഴ്സ് അല്ലേ? എറർ അടിക്കണ്ടല്ലോ മാം? എന്താ എറർ അടിക്കുന്നേ നോക്കട്ടെ. പൈ ടെസ്റ്റിന്റെ താഴെ ഒരു എറർ അടിക്കുന്നുണ്ട്. പൈ ടെസ്റ്റിനോട് എറർ അടിച്ചോട്ടെ. അത് അവിടെ ക്ലിക്ക് ചെയ്തേ, അവിടെ ഇമ്പോർട്ട് കൊടുത്തേ. പൈ ടെസ്റ്റ് ഇമ്പോർട്ട് ചെയ്തോ? വെബ് ഡ്രൈവർ ഇമ്പോർട്ട് ചെയ്തോ? സെലീനിയം വെബ് ഡ്രൈവർ എടുത്തോ? ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്താൽ മതി അല്ലേ? മതി. ഇവിടെ yield എന്ന് പറഞ്ഞിട്ട് കണ്ടോ? yield ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് കണ്ടായിരുന്നോ? ഇത് ഫിക്സ്ചേഴ്സിൽ നമ്മൾ ഫങ്ഷൻസിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കത്തില്ലേ? അതായത് ബാക്ക് ടു സംതിങ് അല്ലെ, റിട്ടേണിംഗ് ബാക്ക് ടു സംതിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരുന്നത് അല്ലേ? മാം, ഈ വെബ് ഡ്രൈവിന്റെ അകത്ത് ഞാൻ കാര്യം സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ മാം? ഷെയർ ചെയ്യും. ഒരു കാര്യം കാണിക്കാനാ, എനിക്കത് മനസ്സിലായില്ല, അല്ലെങ്കിൽ അതിങ്ങനെ അവിടെ തന്നെ കിടക്കും. ഇപ്പൊ ഇതിനകത്ത് ഏതാണ് മാം? ഇതുണ്ടോ? ഇത് ചെയ്യണോ? ഇൻസ്റ്റാൾ ആൻഡ് ഇമ്പോർട്ട് പാക്കേജ് ചെയ്യണോ? ഇൻസ്റ്റാൾ ആൻഡ് അല്ല, ഇമ്പോർട്ട് ദിസ് നെയിം ചെയ്തു. എന്നിട്ടും സെലീനിയം വെബ് ഡ്രൈവർ ഫസ്റ്റ് ഓപ്ഷൻ. എന്നിട്ടും അല്ല, ഓൾറെഡി നമ്മള് അത് ചെയ്തായിരുന്നു. എനിക്കത് വന്നില്ല, അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ, ഇപ്പൊ വന്നില്ലേ? ഓക്കെ മാം. ഓക്കെ, ഞാൻ സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്യാം. ഷെയർ ചെയ്തോ? ഞാൻ എന്റേത് ഷെയർ ചെയ്തേക്കൂടാ, കാണുന്നില്ല. ഓക്കെ, ഇവിടെ നമ്മുടെ ഫങ്ഷൻസ് നമുക്ക് ഓക്കെ. അപ്പൊ നമ്മൾ നമ്മുടെ ഫങ്ഷൻസിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാറില്ലേ? അതെന്തിനാ യൂസ് ചെയ്യണ്ടായിരുന്നേ? റിട്ടേൺ ചെയ്യാം. ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് ടു സംതിങ് അല്ലേ, ഏതെങ്കിലും ഒന്നിലേക്ക് റിട്ടേൺ ചെയ്യിക്കാൻ അല്ലേ? ഇതേപോലെ ഒരു ഫിക്സ്ചർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് റിട്ടേൺ ചെയ്യിക്കാനാണ് yield യൂസ് ചെയ്യുന്നത്. yieldന് ഒരു ഫിക്സ്ചറിന് എപ്പോഴും ഒരു yield മാൻഡേറ്ററി ആണ്. ഒരു ഫിക്സ്ചർ എപ്പോ എഴുതിയാലും yield എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഇതെന്താ? ഓക്കെ, ഞാനിപ്പോ പറഞ്ഞു ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഫിക്സ്ചർ പറഞ്ഞതുവരെ എവിടെ തൊട്ടാ?
എനിക്ക് ക്ലിയർ ആയില്ല മൊത്തത്തില്. ഏത് ഫിക്സ്ചേഴ്സ് തൊട്ട് പറഞ്ഞാൽ മതിയോ? അത് തന്നെ. അതായത് നമ്മൾ കോൺടെസ്റ്റ്, ഒരു മിനിറ്റ് മാം, ഒരു മിനിറ്റ്. രേണു ചേച്ചി ഒന്ന് നോക്കി അതാരാന്ന്. ഓക്കെ, ഇതിനകത്ത് കോൺടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ബേസിക് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ സിമിലർ ആയിട്ടായിരിക്കും ഈ സംഗതി ക്രിയേറ്റ് ചെയ്യുക അല്ലേ? മാം ഒന്ന് പറയാമോ ഇനിയുള്ള? അതുവരെയുള്ള പറഞ്ഞു. ഓക്കെ, ഇതിൽ yield എന്ന് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്, yield എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫങ്ഷൻസിൽ നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് പഠിച്ചില്ലായിരുന്നോ? ഈ ഫങ്ഷൻസിലെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന് ഈക്വൽ ആയിട്ടുള്ളതാണ് ഫിക്സ്ചേഴ്സിലെ yield. ഫിക്സ്ചേഴ്സ് എന്തിനാണ് മാം? അതിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ ടെസ്റ്റ് കേസസ്. ഞാൻ മനസ്സിലാക്കിയത് പറയട്ടെ. അതായത് മാം പറഞ്ഞു വന്നത്, ഇപ്പം ഫോർ എൻ എക്സാമ്പിൾ നമുക്കിപ്പം ലോഗിൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യണം, നമ്മൾ ക്രോം ഓപ്പൺ ചെയ്ത പോലെ അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതിനെ നമ്മൾ ഇൻസ്റ്റഡ് എപ്പോഴും റിപ്പീറ്റ് ചെയ്യാതെ ഈ ഫിക്സ്ചർ നമുക്ക് കോൾ ചെയ്യാം. അതെ അതെ. ഓക്കെ. അപ്പോ ഒരു ടെസ്റ്റ് കേസിന് വേണ്ടിയിട്ടുള്ള പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് ഫിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. yield എന്ന് പറയുന്നത് yield returns the result of fixture. ഓക്കെ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾക്ക് ഞാൻ നിങ്ങൾക്കൊരു URL തരാം. നാളേക്ക് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ ഒരു ചെറിയൊരു വർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് നോക്കാം. ഓക്കെ ഓക്കെ ചേച്ചി. ഞാൻ URL തന്നിട്ടുണ്ടോ, ഒന്ന് ഓപ്പൺ ചെയ്തേടാ. ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞ പാക്കേജിന്റെ അകത്ത് test_login എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതെ, ഇതില് ഞാൻ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് തരുന്നുണ്ട്. ഓക്കെ, പറയാം. ടെസ്റ്റ് എന്ന് പറഞ്ഞ പാക്കേജ് ഇല്ലേ, ആ പാക്കേജില് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, test_login എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ക്രിയേറ്റ് ചെയ്തോ. ഇനി അതിൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം, നെയിംഡ് ടെസ്റ്റ് ലോഗിൻ. test_login അല്ലേ മാം? test_login, യെസ്. ഫയൽ ക്രിയേറ്റ് ചെയ്ത് test_login. ക്ലാസിന് s test_login. ഇനി ഇതിന്റെ താഴെ ഒരു ടെസ്റ്റ് ഫംഗ്ഷൻ എഴുതണം. ആ ടെസ്റ്റ് ഫംഗ്ഷനിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഫംഗ്ഷൻ നെയിം? test_login. test_login with valid credentials. Login with valid credentials. സെൽഫിന്റെ അവിടെ ആണോ? സെൽഫിന്റെ അവിടെ അല്ല, ഫംഗ്ഷന്റെ പേര് ടെസ്റ്റ് വാലിഡ് ലോഗിൻ വിത്ത് വാലിഡ് ക്രെഡൻഷ്യൽസ് എന്നാണെങ്കിൽ പേര് കൊടുക്കേണ്ടത്. വാലിഡ് ക്രെഡ് എന്ന് കൊടുത്താൽ മതി. ലോഗിൻ വിത്ത് വാലിഡ് ക്രെഡ്. ഇനി ഇതിലേക്ക് വന്നേ, വെബ് പേജിലേക്ക് വന്നേ.
ഇതില് ഇവിടെ ഞാൻ എന്താ ചാറ്റിൽ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അതിന്റെ യൂസർ നെയിമും പാസ്വേഡും ഒന്ന് എൻ്റർ ചെയ്തേ. ഫോർ നൗ നിങ്ങൾ മാനുവലി എൻ്റർ ചെയ്യുക, ഹാർഡ് കോഡ് ചെയ്യുക. നാളെ നിങ്ങൾക്ക് സെഷൻ ഇല്ല, മറ്റന്നാളാണ് സെഷൻ ഉള്ളത്. നാളെ സെഷൻ ഇല്ല, നാളെ ഞാൻ ലീവാണ്. അപ്പോൾ ആദ്യത്തെ അഡ്മിൻ, യൂസർ നെയിമും അഡ്മിൻ, പാസ്വേഡും അഡ്മിൻ. ലോഗിൻ. ഓക്കെ കൊടുത്തു. നിങ്ങളൊരു 4 ടെസ്റ്റ് കേസസ് എഴുതണം. നിങ്ങൾ ഇങ്ങനെ ഡെഫ് ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗിൻ വാലിഡ്, ഡെഫ് ടെസ്റ്റ് അണ്ടർസ്കോർ ഇൻവാലിഡ് യൂസർ നെയിം, നെക്സ്റ്റ് ഡെഫ് ടെസ്റ്റ് അണ്ടർസ്കോർ ഇൻവാലിഡ് പാസ്വേഡ് എന്നിങ്ങനെ മൊത്തം 4 ഫങ്ഷൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷന്റെ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ക്രെഡൻഷ്യൽസ് വെച്ച് ലോഗിൻ ചെയ്യാം. അതായത് ഈ അഡ്മിൻ യൂസ് ചെയ്തിട്ട് ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. സെക്കൻഡ് ഇസ് ഇൻവാലിഡ് യൂസർ നെയിം ആൻഡ് വാലിഡ് പാസ്വേഡ് വെച്ചിട്ട് എൻ്റർ ചെയ്യാം. തേർഡ് വൺ വാലിഡ് യൂസർ നെയിം, ഇൻവാലിഡ് പാസ്വേഡ്. ഫോർത്ത് വൺ ബോത്ത് ആർ ഇൻവാലിഡ്. ബോത്ത് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഇൻവാലിഡ്. ഞാൻ ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു പാസ്വേഡും യൂസർ നെയിമും കൂടെ തരാം കേട്ടോ. Second one, username invalid, password valid. Third one, username valid. മാമ അതിന് കോഡ് എഴുതണമെന്നാണോ പറഞ്ഞേ? എന്താടാ? ടെസ്റ്റ് കേസ് അപ്പൊ എക്സൽ എഴുതിയാ മതി. എക്സൽ ഫയൽ ഇപ്പൊ തൊടണ്ട. ഇതിനകത്ത് ഫംഗ്ഷൻ അല്ലേ മാം? ഈ ഫയലിന്റെ അകത്ത് 4 ടെസ്റ്റ് കേസസ് ആയിട്ട് എഴുതിയിട്ട് വരണം. അതെങ്ങനെയാ മാം ഇത്? അല്ലാതെ ഈ ടെസ്റ്റ് ലോഗിൻ പൈവയ്ക്കകത്തോ? അതെ, ടെസ്റ്റ് ലോഗിൻ .py ന്റെ അകത്ത് നിങ്ങൾ ഇതിന്റെ മുന്നേ പഠിച്ച സെലീനിയം ബേസിക്സ് ഉണ്ടല്ലോ, ലൊക്കേറ്റ് എലമെന്റ് ലൊക്കേറ്റ് ചെയ്യുക, ഡാറ്റ പാസ് ചെയ്യുക, ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഈ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഈ 4 ഡാറ്റ യൂസർ 1 എന്ന് പറഞ്ഞ ഡാറ്റ ഇൻവാലിഡ് ആയിട്ട് എടുക്കുക കേട്ടോ. അയ്യോ മാം ഒരു സെക്കൻഡ് പറയാം. ഫസ്റ്റ് ഒരു ഫംഗ്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ക്രെഡൻഷ്യൽ വെച്ചിട്ട് അവിടെ ലോഗിൻ വിത്ത് വാലിഡ് ക്രെഡൻഷ്യൽസ്. അപ്പൊ എന്നിട്ട് ഇതിനെ നമ്മള് ക്രോം തന്നേക്കുന്ന ക്രോം വെച്ച് വിളിക്കണ്ട, പകരം സെൽഫ് കഴിഞ്ഞ് കോമയിട്ടെ എല്ലാവരും. ബ്രൗസർ ഇൻസ്റ്റൻസ് അവിടെ എന്താ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നേ? ഞാൻ ബ്രൗസർ അല്ല തന്നിട്ടുണ്ടായിരുന്നേ, കോൺഫ് ടെസ്റ്റ് py ഞാൻ എന്താ ഫിക്സ്ചറിന്റെ പേര് തന്നിട്ടുണ്ടായിരുന്നേ? നോക്കട്ടെ. ബ്രൗസർ ഇൻസ്റ്റൻസ്. ആ ബ്രൗസർ ഇൻസ്റ്റൻസിന് എവിടെ അങ്ങ് പാസ് ചെയ്തു? ടെസ്റ്റ് ലോഗിനിൽ വന്നിട്ട്. ഇതല്ലേ? അതന്നെ, സെൽഫ് കോമ ബ്രൗസർ ഇൻസ്റ്റൻസ്. അപ്പൊ അതെന്തായിരുന്നു? ഇത് കഴിഞ്ഞ് താഴെ വിളിക്ക്, സെൽഫ് ഡോട്ട് ഡ്രൈവർ ഈക്വൽസ് ബ്രൗസർ. ഡ്രൈവർ കൊടുത്തോ, കുഴപ്പമില്ല. ഈക്വൽസ് ബ്രൗസർ ഇൻസ്റ്റൻസ്. ഇപ്പൊ നിങ്ങൾക്കൊരു ബ്രൗസർ ഇൻസ്റ്റൻസ് കിട്ടിയില്ലേ? എനിക്ക് മനസ്സിലായില്ല. പറയാന്നൂടെ. ഈ ബ്രൗസർ ഇൻസ്റ്റൻസ് എന്താ റിട്ടേൺ ചെയ്യുന്നത് കോൺഫ് ടെസ്റ്റ് pyല്? നമ്മുടെ ടെസ്റ്റ് ക്രോം, അതായത് ക്രോം എന്ന് വെച്ചാൽ ക്രോമിന്റെ ഇൻസ്റ്റൻസിനെ റിട്ടേൺ ചെയ്തു അല്ലേ?
അതിനെ നിങ്ങളിപ്പോ സെൽഫ് ഡോട്ട് ഡ്രൈവർ എന്നുകൊണ്ട് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇല്ലേ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഇതൊരു ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെൽഫ് ഡോട്ട് ഡ്രൈവർ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? URL ആക്സസ് ചെയ്യാൻ പറ്റും. ആക്സസ് ദാറ്റ് URL. അതിനകത്തെ ക്രെഡൻഷ്യൽ എടുത്തിട്ട് യൂസർ നെയിമിന്റെ എക്സ്പാത്ത് എടുത്ത് കറക്റ്റ് അതിനകത്തോട്ട് അപ്പം നമ്മളെങ്ങനെ ഡേറ്റ ഞാൻ തന്നില്ലേ? ഡബിൾ കോട്ട്സിൽ ഇപ്പൊ പാസ് ചെയ്തോ. നമുക്ക് ഡാറ്റ ഡ്രിവൺ മറ്റന്നാ ചെയ്യാം. ഡേറ്റ ഇവിടെ തന്നു. അഡ്മിൻ തന്നു. അഡ്മിനും പിന്നെ യൂസർ വണ്ണും തന്നില്ലേടാ? അത് കഴിഞ്ഞ് തന്നു. യൂസർ വൺ ഇൻവാലിഡ് ഡാറ്റ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടില്ല. മറ്റേ ഇൻവാലിഡ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് അല്ലേ? അതെ, യൂസർ വൺ അത് കണ്ടില്ല മാം. ഇപ്പൊ നമ്മളിപ്പോ സെൽഫ് ഡ്രൈവർ ഡോട്ട് ബ്രൗസർ ഇൻസ്റ്റൻസ് പിന്നെ URL പാസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇനി URL പാസ് ചെയ്യണം. എങ്ങനെയാ? സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ഗെറ്റ്. അതുപോലെ നമ്മള് URL കോൾ ചെയ്യും. അപ്പൊ നമ്മൾ അവിടെ എത്തും, ആ വെബ്സൈറ്റിൽ എത്തും. അതെ. എന്നിട്ട് യൂസർ നെയിമിന്റെ അവിടെ എക്സ്പാത്ത് എടുക്കണം. എന്നിട്ട് ഡോട്ട് സെൻഡ് കീസ് എന്നിട്ട് ആരെ പാസ് ചെയ്യണം? അതാണ് എനിക്ക് വിട്ടുപോയത്. ഓക്കെ, കിട്ടിയോ? ഡേറ്റ കൊടുക്കണം. അത് കഴിഞ്ഞ് അതുപോലെ പാസ്വേഡിന് ഡാറ്റ കൊടുക്കണം. ലോഗിൻ ക്ലിക്ക് ചെയ്യണം. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന്റെ കൊടുക്കണം അല്ലേ? അതെ. ഇത്രയും എന്ത് ചെയ്യണം? 4 ഡാറ്റ വെച്ചിട്ട് എങ്ങനെയാണ് വരിക? അപ്പൊ ഫസ്റ്റത്തെ ഡാറ്റ എന്ന് പറയുമ്പോ യൂസർ നെയിം അഡ്മിൻ, പാസ്വേഡും അഡ്മിൻ. സെക്കൻഡ് ടെസ്റ്റ് കേസിന്, അതായത് വാലിഡ് യൂസർ നെയിം ഇൻവാലിഡ് പാസ്വേഡ് ആണെങ്കിൽ അഡ്മിൻ യൂസർ 1. ആദ്യത്തെ വാലിഡ് യൂസർ നെയിം പാസ്വേഡ് അഡ്മിൻ. രണ്ടാമത്തേത് ഇൻവാലിഡ് യൂസർ നെയിം ആൻഡ് പാസ്വേഡിനകത്ത് യൂസർ 1ഉം അഡ്മിനും. ഇൻവാലിഡ് പാസ്വേഡ് ആൻഡ് യൂസർ എന്ന് പറഞ്ഞതിനകത്ത് അഡ്മിനും യൂസർ 1ഉം അല്ലേ? പിന്നെ നാലാമത്തേതിന് നമ്മള് യൂസർ 1 കറക്റ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ. അപ്പൊ മാം ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ ചോദിച്ചോട്ടെ? ഇവിടെ നമ്മൾ ബ്രൗസർ ഇൻസ്റ്റൻസ് വിളിച്ചു. ഇനിയിപ്പോ നമ്മള് ഗെറ്റ് URL കൊടുക്കണം. ആദ്യത്തെ എക്സ്പാത്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ രണ്ടാമത്തെ എക്സ്പാത്ത് കൊടുത്ത് അങ്ങനെ പോയാ പോരെ? മതി, നിങ്ങളുടെ ഇഷ്ടമാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുന്നു. ഒരുമിച്ച് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാം. ഓരോന്നും ലൊക്കേറ്റ് ചെയ്ത ശേഷം പെർഫോം ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇഷ്ടമുള്ള രീതിക്ക് എഴുതാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. മാം സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് ഗെറ്റ് ആണോ ഡ്രൈവർ ഡോട്ട് ഗെറ്റ് ആണോ? ബ്രൗസർ ഡോട്ട് ഗെറ്റ് അല്ലേ നമ്മൾ ചെയ്യാ? അങ്ങനെയില്ല, ഇവിടെ സെൽഫ് ഡോട്ട് ഡ്രൈവർ അല്ലേ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സെൽഫ് ഡോട്ട് ഡ്രൈവർ തന്നെ കൊടുക്കാം. ആര് യൂസ് ചെയ്തു? എടാ, വെബ് ഡ്രൈവർ ഇത് കണ്ടില്ലേ? ഡ്രൈവർ ഈക്വൽ ടു ഇതാണ് കൊടുത്തേക്കുന്നത്. അതാണോ മാം പറഞ്ഞേ? അതന്നെ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഡ്രൈവർ വന്നിരിക്കുന്നത്. അപ്പൊ മാം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇതുവരെ നമ്മൾ ബ്രൗസർ ആയിരുന്നു അല്ലേ? അതെ. എന്താ ഈ വ്യത്യാസം? വ്യത്യാസമൊന്നുമില്ല. എന്ത് വേർഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം അവിടെ. ഓക്കെ, വെബ് ഡ്രൈവർ എന്നും പറയാം, വെബ് ബ്രൗസർ എന്നും പറയാം. യെസ്. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോ എല്ലായിടത്തും റിപ്പീറ്റ് ആയിട്ട് കോൾ ചെയ്യണമെങ്കിൽ സെയിം ബ്രൗസറോ അല്ലെങ്കിൽ ഡ്രൈവറോ കൊടുക്കാൻ പാടില്ല. ഇല്ലെങ്കിൽ എറർ വരും. ഓക്കെ, ഇപ്പൊ എല്ലാം അറിയാം. ഇനി ചെയ്തു നോക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു നിങ്ങൾ തന്നെ ടെസ്റ്റ് കേസ് ചെയ്തു? അല്ല, എഴുതിയില്ലല്ലോ മാം. നിങ്ങൾ എഴുതും. ഒന്ന് നോക്കിയാ കിട്ടും കേട്ടോ. ഓക്കെ. ഡയാന സുബിറ്റി, എടാ നാളെ സെഷൻ ഇല്ല കേട്ടോ. അപ്പൊ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കോണ്ടാക്ട് ചെയ്യണേ.
ഞാൻ വർക്ക് തന്നാണല്ലോ, ഞാൻ ലീവ് ആണെന്ന് വിചാരിച്ചിട്ട് ചോദിക്കാതെ ഇരിക്കരുത്, ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ ശിഖ ഒന്ന് ലൈനിൽ നിൽക്കണേ. നിൽക്കാം. ഓക്കേടാ, ശരി എന്നാ. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു ഗൈസ്.